നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യന്റെ വിരൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഐസ്ക്രീം നിർമ്മിച്ച ഫാക്ടറിയിലെ ജീവനക്കാരന്റെ വിരലാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. ഐസ്ക്രീം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിലാണ് വിരൽ നഷ്ടപ്പെട്ടതെന്നും ഡോക്ടർ വാങ്ങിയ ഐസ്ക്രീം നിർമ്മിച്ച അതേ ദിവസമാണ് അപകടമുണ്ടായത് എന്നും പോലീസ് കണ്ടെത്തി. DNA പരിശോധനയിലൂടെ മാത്രമേ ഇക്കാര്യം ഇനി സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനായി സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു. പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. അതായത് ഈ വിരൽ ജീവനക്കാരൻ്റേത് തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ DNA പരിശോധന നടത്തുന്നത്. പരിശോധനാ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ഇത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പരിശോധനാ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഓൺലൈനായി ഓർഡർ ചെയ്ത കോൺ ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യന്റെ വിരലിന്റെ കഷ്ണം കിട്ടിയെന്ന പരാതിയുമായി മുംബൈ സ്വദേശിയായ യുവ ഡോക്ടറാണ് രംഗത്തെത്തിയത്. ഡെലിവറി ആപ്പിലൂടെ 3 ബട്ടർസ്കോച്ച് കോൺ ഐസ്ക്രീമുകളായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഡെലിവറി ആപ്പായ സെപ്റ്റോ വഴിയാണ് അദ്ദേഹം ഐസ്ക്രീം ഓർഡർ ചെയ്തത്. ഐസ്ക്രീം പകുതിയോളം കഴിച്ച ശേഷമാണ് ഇതിൽ നിന്ന് ഈ മനുഷ്യ വിരലിന്റെ കഷ്ണം കണ്ടെത്തിയത്. കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശക്തമായി എന്തോ നാവിൽ തട്ടുന്നത് ശ്രദ്ധിക്കപ്പെട്ടത്. അത് പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് മനുഷ്യന്റെ 2 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു വിരലിന്റെ കഷ്ണമാണ് ഇതെന്ന് മനസ്സിലായത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഉടൻ തന്നെ വിവരം പോലീസിലും അറിയിച്ചു. സംഭവത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. പരാതിക്ക് ആധാരമായ പൂനെയിലെ ഐസ്ക്രീം നിർമ്മാണ കമ്പനിയിൽ പരിശോധന നടത്തിയ അധികൃതർ നിർമ്മാണ യൂണിറ്റ് അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയിരുന്നു. പൂനെയിലെ ഇന്ദാപൂരിലെ ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റാണ് അടച്ചുപൂട്ടിയത്. അതേസമയം ഓൺലൈനിൽ ഓർഡർ ചെയ്ത പ്രമുഖ ബ്രാൻഡിന്റെ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ നിന്ന് പഴുതാരയെ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ദീപ എന്ന യുവതിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിന്റെ വീഡിയോ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഉത്തർപ്രദേശിലെ നോയിഡ സെക്ടർ 12 ശനിയാഴ്ചയായിരുന്നു രാവിലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മാംഗോ ഷേക്ക് വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ ബ്ലിങ്കിറ്റ് ആപ്പിൽ നിന്ന് 195 രൂപയുടെ ഫാമിലി പാക്ക് ഐസ്ക്രീമാണ് യുവതി ഓർഡർ ചെയ്തത്. ഐസ്ക്രീമിന്റെ ബോക്സ് തുറന്നപ്പോൾ ഇതിന്റെ മൂടിയിലാണ് ഈ പഴുതാരയെ കണ്ടത്. സംഭവം കണ്ട് ഞെട്ടിപ്പോയതായി യുവതി വീഡിയോയിൽ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ യുവതി ഐസ്ക്രീം ഓർഡർ ചെയ്ത ആപ്പിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ബ്ലിങ്കിറ്റ് ഐസ്ക്രീമിന്റെ പണം ഈ യുവതിക്ക് തിരികെ നൽകി. ദീപയുടെ പരാതിയെ തുടർന്ന് ഐസ്ക്രീം കമ്പനിയെ വിവരം അറിയിച്ചതായി കസ്റ്റമർ കെയർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കമ്പനി എന്നെ സമീപിച്ചു. അവരുടെ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച രാവിലെ തന്റെ വീട് സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു. ബ്ലിങ്കിറ്റ് ക്ഷമാപണം നടത്തുകയും ഐസ്ക്രീമിന്റെ വില തിരികെ നൽകുകയും ചെയ്തതായി യുവതി പറഞ്ഞു. ദീപ പരാതി നൽകിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. സംഭവത്തെ തുടർന്ന് ഐസ്ക്രീം ബ്രാൻഡ്, ഇ-കൊമേഴ്സ് ആപ്പ്, ഉൽപ്പന്നം ഓർഡർ ചെയ്ത സ്റ്റോർ മാനേജർ എന്നിവർക്കെതിരെ കേസെടുത്തതായി നോയിഡ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ അക്ഷയ് ഗോയൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.